ഇത് കീറിയിട്ട് നമുക്ക് ജാബറിനൊരു പണി കൊടുത്ത് നോക്കാം. ജാബർ ഭായ്, നിങ്ങൾക്കുള്ള പണി ഇതാ ആണല്ലേ, വെറും പേപ്പറല്ല കേട്ടോ, ഇങ്ങനെ കീറി പൊളിച്ച ഈ പേപ്പർ ഇതാ ഉള്ളൊക്കെ നനവ വെള്ളം ഇങ്ങനെ അബ്സോർബ് ചെയ്ത് കയറിയാണ്ടിരിക്കും. ഇതാ ഇതിൻ്റെ ഉള്ളിതാ ഉള്ളൊക്കെ നനഞ്ഞ്. ഹലോ എൻ്റെ പിന്നെ എങ്ങനെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ വീടിൻ്റെ കട്ട്ള വെപ്പായിരുന്നു. നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. എൻ്റെയും എൻ്റെ ഭാര്യയുടെയും വാപ്പാര് ജീവിച്ചിരിപ്പില്ല. രണ്ടുപേരും ഉമ്മാർ വന്നിട്ട് ഇതാ കട്ട്ള വെച്ചു. കട്ട്ള വെക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വിശേഷം പങ്കിടുക വേറൊന്നുമല്ല, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പ്രാർത്ഥന ഈ വീട് പൊങ്ങാൻ വേണ്ടിയിട്ട്. ഏകദേശം 22 വർഷക്കാലമായിട്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വീട് ചോദിച്ച് വിളിക്കുന്നത് കാണാം. ഞാനൊന്നും ഇന്നേ വരെ പുറത്ത് വിട്ടിട്ടില്ല. 22 കൊല്ലമായിട്ട് ഇന്നും വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്നൊരു മോചനത്തിന് വേണ്ടിയിട്ട് എൻ്റെ സർക്കിളിലുള്ള എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഈ നമ്മുടെ അൻഫാലായാലും ശരി, കാദർബായാലും ശരി, ഈ ജാഫർ, ഷിയാബ് എന്ന് വേണ്ട കുടുംബത്തിലുള്ള എല്ലാവരും പറയും മൊയ്നുക്ക് അങ്ങക്കൊരു വീട് എന്നുള്ളത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രവാസ ജീവിതകാലത്ത് 2016 മണ്ണാറക്കാട് കാഞ്ഞിരംപാടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്രാമത്തിൽ ഒരു തറയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചു. തറ ഉറക്കാനിട്ടതാണ്. 8 വർഷമായിട്ട് ഉറച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് എനിക്ക് അതിൽ കയ്യിൽ വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇത് കാട് പിടിച്ച് കിടക്കുന്ന കണ്ടിട്ട് അൻഫാൽ ഒരു ദിവസം നേരെ മൂപ്പരുടെ ഒരു ചങ്ക് ബ്രോണ്ട്, നമ്മുടെ അസർ, മൂപ്പര ആർക്കിടെക്ടറാണ്, അതേപോലെ തന്നെ നമ്മുടെ പ്രശാന്ത് ഏട്ടൻ, ഇവരെ ഈ സാധനം കൊണ്ടുവന്ന് കാണിച്ച് അവരെന്നെ ആളിനെ ഏർപ്പാടാക്കി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഇത് പഴയ തറയിൽ നിന്നും കുറച്ചൊരു ഇന്നത്തെ ഒരു ലെവലിലേക്ക് ചെറിയൊരു മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ തറ സെറ്റാക്കി നിർത്തിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ വലിയൊരു പെടലിൽ പെടേണ്ടായിരുന്നു. ആ പെടലിന് കഴിച്ചിലാക്കിയത് ഇതുപോലുള്ള നല്ല അടിപൊളി ആർക്കിടെക്ചർ ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിച്ചില്ല. ഒരു പറഞ്ഞാൽ എന്തായിരിക്കും, എന്ത് തറ ആയിക്കോട്ടെ ഇതിലൊരു സംഭവം ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ലൈഫ് ടൈം പണി കിട്ടുന്നു. ആ പണിയിൽ നിന്ന് നമ്മളെ കഴിച്ചിലാക്കുന്നത് നമ്മുടെ ജാബിർ ഭായ് ആണ്. അത് എന്താണ് ഏതാണെന്ന് പറഞ്ഞുതരാം. ഈ തറൻ്റെ മേലെ കൂടെയൊക്കെ ഒരു കറുപ്പ് കളർ കണ്ടില്ല, അതാണ് ആ സംഭവം. എന്താണെന്നുള്ളത് വിശദമായി പറഞ്ഞുതരാം. വരി, നമുക്ക് കിട്ടേണ്ട 8ൻ്റെ പണിയിൽ നിന്ന് കഴിച്ചിലാക്കിയതാണ് നമ്മുടെ ബാൻവിറ്റ് കമ്പനീൻ്റെ എല്ലാമായിട്ടുള്ള നമ്മുടെ ജാബിർ ഭായ്. ജാബിർ ഭായ്, എനിക്ക് കിട്ടേണ്ട ആ പണിയിൽ നിന്ന് കഴിച്ചിലാക്കിയത് എങ്ങനെയാണ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തത്. ഓക്കെ. അതായത് ഒരുവിധം എല്ലാ ആൾക്കാരും വീടാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ കാപ്പിലറി റൈസിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടുള്ള തറയുടെ മുകളിൽ അടിക്കുന്ന വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എന്നുള്ളതും അതിൻ്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ എന്താ അറിയോ, നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് 100 അല്ല 101% കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് പറയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ നമ്മുടെ അസർ ഈ സംഗതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കമ്പനീൻ്റെ പരിപാടിയുണ്ട്, പക്ഷേ നിങ്ങൾ ബാൻവിറ്റ് യൂസ് ചെയ്താൽ മതി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ആദ്യം ഇത് അടിക്കും, അതിന് ശേഷം ഒരു ഷീറ്റ് വിരിക്കും, പിന്നെ അടിക്കും, അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമില്ല. ഇതിൽ തന്നെ എന്തോ ഒരു ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഒരു കോട്ടടിക്കുക, ഉണങ്ങുക, അടുത്ത കോട്ടടിക്കുക. അപ്പോൾ ഈ ഒരാഴ്ച മുമ്പ് നമ്മുടെ തറൻ്റെ മേലെ ഈ വക കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. കറുത്തുണങ്ങി നിന്നുണ്ടായിരുന്ന ഈ തറയിൽ ഫോഴ്സായിട്ട് പ്രഷർ വാഷ് ചെയ്ത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് എല്ലാ പരിപാടിയും കഴിച്ചിട്ടാണ് ഇത് ഓരോന്ന് മൈന്യൂട്ടായിട്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ അടിച്ചത്. അപ്പോൾ ഈ സംഭവം ഇതേപോലെ മഞ്ഞക്കുപ്പായക്കാർ ഇട്ടിട്ട് വന്നിട്ട് ഇവരെന്നെ അടിക്കണം എന്നൊന്നുമില്ല. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് വാങ്ങിയിട്ട് എനിക്ക് തന്നെ അടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അടിക്കേണ്ട സമയത്ത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, അത് ബാൻവിറ്റിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കും. ഇതിന്റെ മാനുവൽ കാര്യങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ. അതായത് ഇത് ശരിക്കും ബാൻവിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡാം ഗാർഡ് എന്നാണ് ഈ ഒരു മെറ്റീരിയലിന്റെ പേര്. ഈ ഒരു പ്രോഡക്റ്റ് ഈസി ടു യൂസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയലാണ്. അതായത് കോൾഡ് അപ്ലൈഡ് ബിറ്റുമിനും പോളിയൂറത്തിനും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയലാണ്. ഇത് ജസ്റ്റ് ബക്കറ്റ് ഷെയ്ക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, നേരെ ബ്രഷ് വെച്ചിട്ട് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. തിക്കായിട്ട് തന്നെ സാധനം ഉണ്ടാവും. സെൽഫ് പ്രൈമിംഗ് ആണ്, വേറെ പ്രൈമർ കൊടുക്കണ്ട. പിന്നെ അത് മാത്രമല്ല, മുരുക നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ഫൈബറിന്റെ, അതായത് സാധാരണ ഈ വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്ങിലൊക്കെ റീഇൻഫോഴ്സ്മെന്റ് പറയാം, നമ്മള് കോൺക്രീറ്റ് ഇടുമ്പോൾ അതിന്റെ ഉള്ളിൽ കമ്പി കൊടുക്കും. അതേപോലെ ഫൈബറിന്റെ മെഷ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ഈസി ടു യൂസ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും സക്സസ്ഫുള്ളി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിന്റെ അകത്ത് തന്നെ ഫൈബറിന്റെ നാരുകൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിനെ മാനുഫാക്ചർ ചെയ്തത്. ഓക്കെ. അത് പുള്ളി പറഞ്ഞതും അതാണ് ഏറ്റവും കൂടുതൽ ഇതേ കമ്പനി തന്നെ നമുക്ക് അട്രാക്ട് ചെയ്യാനും കാരണം. ഈ സംഭവം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈസ തുടങ്ങി
അതേപോലെ എനിക്ക് അടിക്കാന്നുണ്ടെങ്കിൽ ആർക്കും അടിക്കാലോ, ഒരു പ്രശ്നമില്ലല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാക്കും. അതിപ്പോ ഇത് വാങ്ങുന്ന വീട്ടുകാരെ എനിക്ക് പുള്ളി ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആൾക്ക് തന്നെ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതൊരു പെയിന്ററെ വിളിച്ചിട്ടും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ സംഭവം ചെയ്യാം അല്ലേ? അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറെ വല്ല കാര്യങ്ങളുണ്ടോ? ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതിന്റെ ക്ലീനിങ് ആണ്. അതായത് ഇതിന്റെ സർഫസിന്റെ മുകളിൽ വേറെ ഫംഗലോ വേറെ പൗഡറോ പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവും നല്ല രീതിയിൽ നീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ അതിന്റെ മുകളിൽ 2 കോട്ടിങ് കൊടുക്കുക. പിന്നെ അതിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പുറം സൈഡിൽ സാൻഡ് എറിഞ്ഞു കൊടുക്കും. അതായത് ഞാൻ കണ്ടേ, അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് മണലെറിയുണ്ടായിരുന്നു, അത് ഗ്രിപ്പിന് വേണ്ടിട്ട് അല്ലേ? എന്ന് പറയുമ്പോൾ ഇതിന്റെ സൈഡിൽ പ്ലാസ്റ്ററിങ് തേപ്പ് വരുമല്ലോ, ആ തേപ്പിന് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ കൊടുക്കുന്നത്. ഒരിക്കലും മേളിൽ എറിയാനും പാടില്ല, മേലെ എറിയാനും പാടില്ല. കാരണം ചില ആൾക്കാർ തെറ്റിദ്ധാരണയിൽ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം മേളിൽ കട്ട വെച്ച് കെട്ടുമ്പോൾ അതിന് ഗ്രിപ്പ് കിട്ടാനെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും മേളിൽ നമ്മള് മണലെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടിങ് ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ സംഗതി വെക്കണതിനെ കൊണ്ട് എന്താണെന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു. ഓക്കെ ഓക്കെ, നമുക്കൊക്കെ അറിയാം നമ്മുടെ കേരളത്തിലുള്ള ഒരു കാലാവസ്ഥന്റെ കാര്യങ്ങൾ. അതായത് ഈ തറ എന്ന് പറയുന്നത് എപ്പോഴും മണ്ണിനോട് ടച്ച് ചെയ്തിട്ട് ഏറ്റവും താഴെയാണുള്ളത് വരുന്നത്. മഴ പെയ്യുന്ന സമയത്ത് ഈ തറന്റെ അകത്തുള്ള മണ്ണിലൊക്കെ ഈർപ്പുണ്ടാവും. അത് ഓരോ ലാൻഡിലും വ്യത്യാസമായിരിക്കും. കുറച്ച് താഴ്ന്ന പ്രദേശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടാവും. ഈ വെള്ളത്തിന്റെ കണ്ടന്റ് എന്ത് ചെയ്യും, നമ്മളുടെ ഈ തറ വലിച്ചെടുത്തിട്ട് അതിന്റെ മുകളിലുള്ള കല്ലിന്റെ മുകളിലേക്ക് കയറി വീട്ടിന്റെ അകത്തുള്ള പുട്ടി പെയിന്റ് കാര്യങ്ങളൊക്കെ ഒരു 2 ഫീറ്റ് ഹൈറ്റിൽ ഇതിങ്ങനെ പൊളിഞ്ഞങ്ങോട്ട് വരും. അപ്പൊ നമ്മളൊക്കെ വീട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പല വീടിനും ആ പ്രശ്നങ്ങൾ. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനൊരു പരിഹാരമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വർഷം ചെത്തിക്കളയാൻ മെയിൻ്റെനൻസ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇതാണ് ഇതിനുള്ള റൈറ്റ് മെത്തേഡ്, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് മെത്തേഡ്. ഇതിന് ശരിക്കും കാപ്പിലറി റൈസിംഗ് എന്നാണ് ഇതിന് പറയാം. അതായത് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പഴയ കാലത്തുള്ള മണ്ണെണ്ണ വിളക്ക് ഉണ്ടല്ലോ, ഈ മണ്ണെണ്ണ വിളക്കിൽ തിരിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് കയറി വരും, എണ്ണ മേലേക്ക് കയറിയിട്ട് വരും, എണ്ണ മുകളിലേക്ക് കയറിയിട്ട് വരും. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിനെയാണ് കാപ്പിലറി റൈസിംഗ് എന്ന് പറയുക. അതേപോലത്തെ ഒരു എഫക്റ്റ് ആണ് ഇവിടെ സംഭവം. അതായത് തറന്റെ അകത്തുള്ള ഈർപ്പം എന്ത് ചെയ്യാണ്, ചെറിയ സുഷിരങ്ങളിലൂടെ, അത് ശരിക്കും ശാസ്ത്രീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം ഉള്ളതുകൊണ്ട് എല്ലാ സാധനങ്ങളും മുകളിൽ നിന്ന് താഴേക്കാണ് വരേണ്ടത്. പക്ഷെ നമുക്ക് താഴ്ത്തുന്ന ഒരു സാധനത്തിന് മുകളിലേക്ക് പൊക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ഫോഴ്സ് ഇല്ലാതെ ഈ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ചെറിയ സുഷിരങ്ങളിലൂടെ ഒരു പ്രത്യേക ഫോഴ്സ് ഇല്ലാതെ ഇത് മേലേക്ക് കയറി. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ, ആ ഒരു കാപ്പിലറി കണക്ഷനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഇതിന്റെ ശരിക്കുള്ള ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ശരി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വെക്കുന്നതോടെ ഇത് രണ്ടും കൂടിയിട്ട്, അതായത് ഈ ഈർപ്പം താഴെയുള്ള ഈർപ്പം ചുമരിലേക്കുള്ളതും ഇതവിടെ കട്ട് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ വെട്ടുകല്ലാണല്ലോ വെക്കുന്നത്, ചെങ്കല്ലാണല്ലോ. അതെ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഒരു കിടിലൻ ഉദാഹരണം കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ജാബിർ ഭായ് എന്തപ്പ ചെയ്യാൻ പോണേ? ഇതിപ്പോ നമ്മൾ ഇവിടുത്തെ എടുത്തൊരു കല്ലാണ്. ഈ കല്ലിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബാൻവെറ്റിന്റെ ഡാം ഗാർഡ് എന്ന് പറഞ്ഞ ഈ മെറ്റീരിയലിന്റെ കോട്ടിംഗ് അപ്ലൈ ചെയ്യാണ് ഈ കല്ലിന്റെ മുകളിൽ. അതായത് നമ്മൾ ഈ തറയിൽ ചെയ്ത സെയിം സിസ്റ്റം. 2 കോട്ട് അടിച്ച് ഉണക്കിയിട്ട് ഈ ഉണങ്ങിയ ഈ കോട്ടിംഗ് അടിച്ച് ഉണങ്ങിയ കല്ലും പിന്നെ വേറൊരു കോട്ടിംഗ് അടിക്കാത്ത കല്ലും രണ്ടും കൂടി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെക്കും. എന്നിട്ട് ഇതെങ്ങനെ ഈ കോട്ടിംഗ് അടിച്ചത് കാപ്പിലറി റൈസിങ്ങിന് എങ്ങനെ ഓക്കെ. അപ്പൊ നമ്മൾ വേറെ ഒരു ഉദാഹരണത്തിലും പോണ്ട, നമുക്ക് വരാവുന്ന പ്രശ്നം ഈ വെട്ടുകല്ലാണ്. അപ്പൊ അതേ വെട്ടുകല്ല് വെച്ചിട്ട് തന്നെ അത് എക്സാക്ട് ആയിട്ട് കാണിച്ചു തരുന്ന പറയും. ഓക്കെ. ഇതിന് ശരിക്കും എന്താ പറയുക, ഇപ്പൊ നമ്മളിപ്പോ ഒരാഴ്ച മുമ്പ് ഇതൊക്കെ അടിച്ച് സെറ്റാക്കി ഏകദേശം ഒരു 4-5 ദിവസമായി ഇത് കംപ്ലീറ്റ് അടിച്ചു കഴിഞ്ഞിട്ട് ഒരു ശരിക്കും ഇതിന്റെ ക്യൂറിംഗ് പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇത് ഈ ഡാം ഗാർഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ടച്ച് ടു ഡ്രൈ ആവല് 2 hours കൊണ്ട് തന്നെ ടച്ച് ടു ഡ്രൈ ആവും. പക്ഷെ എന്നാലും ഇതിന്റെ മുകളിൽ ഇനി പുതിയൊരു കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരു 3-4 days എടുക്കുന്നത് നല്ലതാണ്. 3-4 ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ബാക്കി. ശരി. അപ്പൊ നമ്മളിപ്പോ അടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിടെയും അടിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബീം നമ്മൾ അവിടെ വിട്ടതാണ്. ആ ബീമിന്റെ മേലെ ഇപ്പൊ ഒന്നും പണി വരാൻ പോകുന്നില്ല, മറ്റു ബീമുകളിലാണ് വരുന്നത്, അതുകൊണ്ടാണ് അത് അവിടെ വിട്ടിട്ടുള്ളത്. നമ്മൾ ഈ പരീക്ഷണത്തിന് വേണ്ടി ഈ കല്ലടിക്കണ്ടല്ലോ, ഇത് നമ്മൾ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി നമ്മൾ വെള്ളത്തിൽ ഇറക്കാൻ പോകുന്നത്? ഇത് നമുക്കൊരു 2 മണിക്കൂർ 2 കോട്ട് അടിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം ഉണങ്ങി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറക്കി വെക്കാം. അപ്പൊ എന്തെന്നായാലും 2 മണിക്കൂർ ഇത് അടിച്ചു കഴിയട്ടെ, എന്നതിന് ശേഷം അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ. നമ്മൾ പറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ കോട്ടിംഗ് ഒക്കെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇത് നമുക്ക് വെള്ളത്തിൽ ഇറക്കാം, അതിന്റെ കൂടെ കോട്ടിംഗ് അടിക്കാത്ത ഒരു കട്ടയും കൂടി ഇറക്കാം. ഓക്കെ. അപ്പൊ 2 ചട്ടിയിൽ ഫുള്ള് വെള്ളം നിറച്ചിങ്ങോട്ട് വെച്ചിട്ടുണ്ട്, ഇറക്കി വെക്കുക ഭായ്. വെള്ളം തുളുമ്പി പോകുന്നുണ്ട്. ഓക്കെ. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, കോട്ടിംഗ് അടിക്കാത്ത ഒരു കല്ല്, ഏതെങ്കിലും ഒരു കല്ലെടുത്തിട്ട് പോയി അതേപോലെ ആ ചട്ടിയിൽ അതേമാതിരി ഇങ്ങോട്ട് ഇറക്കി വെക്കുക. ഒരേ സമയം 2 ഇറക്കി വെച്ച്. ഓക്കെ.
റൈറ്റ്. അപ്പം ഇനി ഇത് കുറച്ച് നേരം വെച്ചിട്ട് നോക്കാം അല്ലേ? അതെ അതെ. അപ്പോൾ കറക്റ്റായിട്ട് കാണും എന്താ അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് അല്ലേ? നോക്കാം. റൈറ്റ്. അപ്പോൾ ജാബിർ ഭായ്, നമ്മളിത് രണ്ടിലും ഫുള്ളാക്കി വെള്ളം വെച്ചാണ് ഏകദേശം 20 മിനിറ്റ്. 20 മിനിറ്റ് കൊണ്ട് ഇവിടെ നിന്നുണ്ടായിരുന്ന വെള്ളം ഏകദേശം ഇതുവരെയൊക്കെ എത്തിക്കണം. ഓക്കെ. ഇതിലെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പോയിട്ടുമില്ല. അപ്പോൾ ഇതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 20 മിനിറ്റ് കൊണ്ട് ഇത്രയും വെള്ളം ഇത് അബ്സോർബ് ചെയ്തു. ശരിക്കും നമ്മുടെ നാട്ടില് ഏകദേശം 6 മാസം മഴയുടെ കാലാവസ്ഥയാണ്. അപ്പോൾ ഈ തറന്റെ അകത്തൊക്കെ ഈർപ്പുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് സൂര്യപ്രകാശം അടിച്ചിട്ട് ഇത് ബാഷ്പീകരിച്ച് പോകണം കൂടി ഇല്ല. അവിടെ തന്നെ കുറെ സമയം ഇത് കീപ്പായിട്ട്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇതേപോലെ പതുക്കെ നമ്മുടെ ഭിത്തിയിലേക്ക് വലിച്ചു കയറിയാണ്ടിരിക്കും. ഇത് ശരിക്കും ഒരു സ്ലോ പ്രോസസ്സാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാവണമല്ല, മാസങ്ങൾ കൊണ്ടോ ഇല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ടോ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. വലിച്ചു പതുക്കെ ഇത് കയറി വരും. ഒരു 2-3 ഫീറ്റ് ഹൈറ്റിലാണ് വീട്ടിന്റെ അകത്ത് ഇത് കാണിക്കുക, ഇതിന്റെ പ്രശ്നം കാണിക്കുക. അപ്പോൾ ഇതിന് ഇത് പുറത്ത് പോടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇവാപറേറ്റ് ചെയ്ത് പോയി. പക്ഷെ ഈ ഒരു സാധനം തന്നെ മതി എന്ത് നമ്മളെ പുട്ടിയും പെയിന്റും ഇന്റീരിയർ ഒക്കെ ഡാമേജ് ആക്കാൻ വേണ്ടിട്ട്, നറുനാശാക്കാൻ. ഓക്കെ. അപ്പൊ ജാബിർ ഭായ്, സംഭവം ഇതൊക്കെ കാണിച്ചു തരുന്നു, എക്സ്പെരിമെന്റ് ഒക്കെ ഓക്കെയാണ്. ഇത് പൊട്ടിച്ച് നോക്കി അതിന്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. ഒന്ന് പൊട്ടിച്ച് നോക്കിയല്ലോ? ഇല്ല, ഞാൻ എടുത്ത് നോക്കാം. എന്നാ ഭയത്തോടെ പക്കട ഭായ്, ആദ്യം നമുക്ക് ഇത് പൊട്ടിക്കാം അല്ലേ? ഉള്ളൊക്കെ നനവാ, വെള്ളം ഇങ്ങനെ അബ്സോർബ് ചെയ്ത് കയറിയാണ്ടിരിക്കും. ഇതിൻ്റെ ഉള്ളിതാ ഉള്ളൊക്കെ നനഞ്ഞ്. അപ്പം നമ്മൾ ഇതും കൂടി ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതേവിടെ പൊട്ടിക്കാൻ അങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇത് കംപ്ലീറ്റ് ഒരു പാടമാതിരി നിൽക്കുകയാണ്. ഇതാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ പറയുന്നത് അല്ലേ? ഇതിനൊരു അനക്കവും പറ്റിയിട്ട് ഒരു നനവോ കാര്യമൊന്നുമില്ല. ഇത് കംപ്ലീറ്റ് റൈറ്റ്. സംഭവം ഓക്കെയാണ്. ഇതിൽ നനവ് കയറി, ഇത് നനവ് കയറിയിട്ടില്ല, ഒക്കെ ഓക്കെയാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു പണി വെച്ചിട്ടുണ്ട്. 8ൻ്റെ പണിയാണ്. ഇപ്പം തരാം, ഞാൻ ഇപ്പോൾ വരാം കേട്ടാ. ഇതാണ് അവർക്ക് കൊടുക്കാൻ പോണ പണി കേട്ടോ, വേറൊന്നുമല്ല. ന്യൂസ് പേപ്പറിൽ വെള്ളം തട്ടിയുള്ള അവസ്ഥ തന്നെ അറിയൂലേ? ഇത് വെറും ന്യൂസ് പേപ്പർ കൊടുക്കണ്ട, നമുക്കിത് അങ്ങോട്ട് കീറാം. ഇത് ഫുള്ള് കീറി കഴിഞ്ഞിട്ട് പിന്നെ അവിടെയും ഇവിടെയും പോകണ്ടല്ലോ. അപ്പം ഇങ്ങനെ വരെ നമ്മൾ ഈ ഇതിനൊക്കെ കീറണ മാതിരി, കടലാസൊക്കെ കീറണ മാതിരി ഇങ്ങനെ അങ്ങോട്ട് പതിയിൽ നിർത്തുക. ഇത് കീറിയിട്ട് നമുക്ക് ജാബറിനൊരു പണി കൊടുത്ത് നോക്കാം. ജാബർ ഭായ്, നിങ്ങൾക്കുള്ള പണി ഇതാ ആണല്ലേ? വെറും പേപ്പറല്ല കേട്ടാ, ഇങ്ങനെ കീറി പൊളിച്ച ഈ പേപ്പറിൽ നിങ്ങളൊന്ന് അടിക്കുക. എന്നിട്ട് ഞാൻ ഒന്ന് കാണട്ടെ. ഇതിനെ വാട്ടർ പ്രൂഫ് ആക്കണം. ഇതിനെ വാട്ടർ പ്രൂഫ് ആക്കി തരും. ന്യൂസ് പേപ്പറാണേ. ഓക്കെ, നോക്കാം. റെഡി, വരി. കോട്ടിങ് അപ്ലൈ ചെയ്യണം അതിൻ്റെ മേലെ നേരെ. റൈറ്റ്, നോക്കാം. അപ്പൊ ഇതിലേക്ക് ശരിക്കും അങ്ങനെ വെള്ളം കുടിക്കൂലേ? അതിലേക്ക് ഉള്ളിലേക്ക് വലിക്കില്ല. അതായത് ഈ പ്രൊഡക്റ്റിന്റെ ഇത് അബ്സോർബ് ചെയ്യും. പക്ഷെ ഇതിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ റൈറ്റ്. അപ്പോൾ ഇത് സംഭവം ഫുൾ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് ഈ പറഞ്ഞ മാതിരി തന്നെ ഉണങ്ങാൻ എത്ര സമയം എടുക്കണം? ഇത് പെട്ടെന്ന് ഉണങ്ങും, കാരണം ഇവിടെ ആൾറെഡി വെയിൽ ഇരിക്കുന്നുണ്ട്. നല്ല ചൂടാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഓക്കെ, ശരിക്കും ആദ്യം ആ കീറിയ ഭാഗത്താണ് കൊടുക്കണത് അല്ലേ? അതിനൊന്ന് സെറ്റാക്കി നിർത്തില്ലെങ്കിൽ നമ്മൾ ബാക്കിലോട്ട് അടിക്കുമ്പോഴേ അങ്ങോട്ട് വളഞ്ഞു പോകും. റൈറ്റ്. ഓക്കെ. ജാബർ ഭായ്, നിങ്ങൾ ന്യൂസ് പേപ്പറിന്റെ മേലൊക്കെ അടിക്കേ, നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. പക്ഷെ ഞാൻ വേറൊരു പണിയും കൂടി നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പണിയും കൂടി ഇതിന്റെ ഒപ്പം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം പറയാം. അതിലും സക്സസ് ആകുമോ എന്നുള്ളത് നോക്കാലോ. റൈറ്റ്. ഈ ഒരു ന്യൂസ് പേപ്പറിന്റെ മുകളിൽ ഈ ഒരു കോട്ടിങ് സക്സസ് ആയിട്ട് എങ്ങനെ നിൽക്കണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മെക്കാനിസം എന്താന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്ത് കാണിച്ചു തരാം. അതായത് ഈ മൂടിന്റെ മുകളിൽ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഈ കോട്ടിങ് അപ്ലൈ ചെയ്തിട്ടാണ് കുറച്ച് മെറ്റീരിയൽ ജസ്റ്റ് വെറുതെ ഒന്ന് ആർക്കും ഇത് നോക്കാൻ പറ്റും കേട്ടോ, ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ മുകളിലൊന്ന് അടിച്ചിട്ട് അതിനൊന്ന് ഉണക്കിയിട്ട് കാണിച്ചു തരാം എന്താ സംഭവിക്കും. ഇത് കംപ്ലീറ്റ് ഇപ്പൊ നമ്മള് 2 കോട്ട് അടിച്ചു. നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്യും. പപ്പടം മാതിരി ആയിട്ടുണ്ട്. ഈ സംഭവം ഞാൻ എനിക്ക് ആദ്യം നല്ല ചൂടുണ്ട്, ജോയിന്റ് ഒക്കെ നോക്കണം. അതെന്താല്ലേ പക്കായിട്ട് ഇതാ ജോയിന്റുകൾ അല്ലേ? കീറിയ ഭാഗങ്ങൾ, ഓരോ കീറിയ ഭാഗങ്ങൾ കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് ഇതാണ് കറക്റ്റ്. ഇത് അതിൻ്റെ ഒരു വര കാണണ്ട, ആ കീറിയ ഭാഗത്ത് അതേമാതിരി സെറ്റായിട്ടുണ്ട്. ഓക്കെ, എന്താ പരിപാടി? നേരെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫ് ആയിക്കണോ ഇല്ലെന്നില്ല നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം. അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഒരു പണി തരാൻ പറഞ്ഞില്ലേ, അതും കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ. പറഞ്ഞില്ല ഇങ്ങോട്ട് തരും. എന്നെ കൊണ്ട് എന്താക്കോളം ഇങ്ങനെ ഇടങ്ങാറാക്കാൻ പറ്റും അതൊക്കെ ആക്കിയിട്ട് എങ്ങനെയാണ് തിന്നത്. ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് എടുത്താണ്ടല്ലോ ഞാൻ സക്സസ് ആയി. നോക്കാം.
റൈറ്റ് സംഭവം അല്ലേ? ഇല്ലേ, ഒരു കുഴപ്പവും വരില്ല. നോക്കാം, വെള്ളം ഒഴിച്ച് നോക്കാമല്ലോ. ആയിക്കോട്ടെ, ഇങ്ങനെ അടിക്കാം. ന്യൂസ് പേപ്പർ വാട്ടർ പ്രൂഫ് ചെയ്തു. ഇതാ ഒരു തുള്ളി വെള്ളം. डालो भाई, डालो डालो. एक ड्रॉप गिरेगा तो बस 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 പുറത്തു പോകുന്നു. ഓക്കെ, ഓവർഫ്ലോ ആയി. അടി നോക്കാലോ, തലേക്ക് പോവേ. റൈറ്റ്. ഇല്ലല്ലോ, ഒരു സംഗതിയില്ല. ഒരു പൊട്ടിക്ക് വെള്ളമല്ല, ഒരു പൊട്ടിക്ക് ലീക്കില്ല. എന്നാൽ ഒഴിക്കുക. അപ്പം എന്തിനാ ഇതാട്ടോ, ഒരു തുള്ളി വെള്ളം എവിടെയില്ല. പക്ക ക്ലിയർ. നമ്മൾ പറഞ്ഞ ന്യൂസ് പേപ്പർ വരെ വാട്ടർ പ്രൂഫ് ചെയ്തു എന്നുള്ളതാണ്. അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ നേരത്തെ ഒരു മൂടിന്റെ അകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്താന്നുള്ളത് കാണിച്ചാൽ. ഇപ്പോ നമ്മൾ ആ ന്യൂസ് പേപ്പറിൽ അടിച്ചു. ശരിക്കും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂസ് പേപ്പർ വെള്ളം തട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഡാമേജ് ആവും, അല്ലെങ്കിൽ പൊട്ടും, അതിന്റെ സ്ട്രെങ്ത് ഉണ്ടാവില്ല. പക്ഷെ ഈ മെറ്റീരിയൽ ജസ്റ്റ് ഞാൻ ഈ മൂടിന്റെ അകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെംബ്രെയിൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അതായത് ഇത് കാണുമ്പോൾ ആദ്യം മെറ്റീരിയൽ ഒരു ലിക്വിഡ് രൂപത്തിലായിരുന്നു. ഇപ്പൊ ഇതെന്തായി, ഇതൊരു എലാസ്റ്റോമെറിക് പ്രോപ്പർട്ടി, ഒരു ഷീറ്റ് ആയിട്ട് ഈ സാധനം കൺവേർട്ട് ആയി. ഈ ഷീറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ അത് ചുരുട്ടിയപ്പോഴൊന്നും ഇതിനൊരു ഡാമേജും വരാതിരുന്നത്. ശരിക്കും പത്രം എന്ന് പറഞ്ഞ സാധനം എന്തായി, അതിന്റെ ആ സ്ട്രക്ചറേ ഇല്ലാതായിരിക്കണം. അപ്പൊ ഈ സാധനം അതിന്റെ പവർ കംപ്ലീറ്റ് കിടക്കണില്ലേ. അപ്പൊ നമ്മുടെ വെട്ടുകല്ല് ഇവിടെ വരും, തറ ഇവിടെ വരും, ഇതിന്റെ ഇടയിൽ ഈ സാധനം കിടക്കും, ഈ ഷീറ്റ് ആയിട്ട് ഇതേമാതിരി കിടക്കും. ഒരു നിലക്ക് ഒരു തുള്ളി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടോ പോവില്ല. ഇല്ല, ഒരിക്കലും കയറില്ല. ഓക്കെ ഡൺ. അപ്പോൾ ജാബിർ ഭായ്, ഇത് കണ്ടില്ലേ നമ്മുടെ പ്ലാന് കാര്യങ്ങളൊക്കെ ഇതേപോലെ പ്രപ്പോസലൊക്കെ തന്ന് നമ്മളെ മൂപ്പരും ഞെട്ടിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ. അതായത് ഓരോ സ്വിച്ചും ഓരോ ഡോറും എല്ലാ സംഗതിയും എവിടെ വരുന്നത് എന്നുള്ളതാണ് വിശദമായിട്ട്. പലജാതി വീടുകളും പലജാതി പ്ലാനൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ എവിടെ എത്തുന്നുള്ളത് അറിയില്ല. എന്താ വെച്ചാൽ നമുക്ക് പ്രേക്ഷകരെ പറയാനുള്ളത് നമ്മുടെ വീട് എങ്ങനെയും എന്ന് തീരും, അതിലൊരു ഓപ്ഷൻ ഒക്കെ മൂപ്പർക്ക് അറിയുള്ളൂ. മൂപ്പരുടെ കയ്യിൽ എല്ലാ സംഭവം ഇരിക്കണം. ഇതെന്തായാലും ഇങ്ങനെ ഒരു പ്രപ്പോസൽ തന്നിട്ട് കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടാണ്. അപ്പോൾ എന്താ അറിയോ, നമ്മൾ ഇങ്ങടെ ഇതിലേക്ക് വരികയാണെങ്കിൽ പല പരീക്ഷണം നടത്തി, കല്ല് വെച്ചു, കറക്റ്റായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തു എന്താ ഉണ്ടാവാൻ പോണേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കിട്ടൊരു പണി തന്നാണ്, എന്തായാലും ന്യൂസ് പേപ്പറിൽ അടിച്ചിട്ട് സക്സസ് ആകുമെന്നുള്ളത്. അതും സംഭവം സക്സസ് ആയി. സംഭവം എന്തായാലും 101% സക്സസ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. പക്ഷേ ഇതിലുള്ള എനിക്കൊരു പ്രശ്നം എന്താ പറയുക, ഇതിൽ നിങ്ങൾ ഈ ഫൈബർ ഉണ്ട് പറഞ്ഞു, നിങ്ങളത് ഫോട്ടോ എടുത്ത് സൂം ചെയ്തിട്ട് എനിക്ക് അതാണ് ഫൈബർ എന്നൊക്കെ പറഞ്ഞു. അത്രയും ആ ഫൈബർ ഇതിനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ ഫൈബർ നമുക്ക് കാണാൻ പറ്റും, ശരിക്കും കാണാൻ കഴിയും. അപ്പോൾ അതൊന്ന് കാണിച്ചു തരികയാണ്. ഒന്ന് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എന്റെ കർച്ചീഫ് ഉണ്ടല്ലോ, ഈ കർച്ചീഫ് വെച്ചിട്ട് അതിനൊന്ന് ഫിൽറ്റർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ കർച്ചീഫിന്റെ പണി കഴിഞ്ഞു അല്ലേ? ബൈ തരൂ മെറ്റീരിയൽ ഡാലോ ബൈ. കർച്ചീഫിന്റെ പണി കഴിഞ്ഞു ബൈ. റെഡി. കുറച്ച് മെറ്റീരിയൽ ഇതിലേക്ക് എടുത്തിട്ടേ ഇതിനെ ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ശരിക്കും ഇപ്പം മറ്റു മെറ്റീരിയലിൽ നിന്നും വ്യത്യാസം എന്ന് പറയണത് അല്ലേ? ഈ ഫൈബർ ഒരു വലിയ ഹൈലൈറ്റ് തന്നെയുണ്ട്. മെയിൻ സാധനമാണ് ശരിക്കും. നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് ചൊറല്ലല്ലേ, അടിച്ചങ്ങോട്ട് പോയാൽ മതി. മറ്റത് വിരിക്കലും എടുക്കലും അത് പറഞ്ഞു വരലും അതൊക്കെ പരിപാടിയാണല്ലോ അല്ലേ? അതെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ സംഭവം ഇത് കഴിഞ്ഞു. എവിടെ സാധനം എവിടെ? അതല്ലേ, അടിപൊളി നോക്കട്ടെ. ഈ സാധനമാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത് അല്ലേ? അതായത് നമ്മൾ കോട്ടിങ് ഇങ്ങനെ അടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് കറക്റ്റ് അതിന്റെ അകത്ത് എല്ലാ ഏരിയയിലും ഇന്റഗ്രേറ്റ് ചെയ്ത് സാധനം കണ്ടില്ലേ? ഈ ഫൈബർ ഇതാർക്കും നോക്കാൻ പറ്റൂട്ടോ. മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഡയറക്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ ഡൺ. സംഭവം സക്സസ് ആണ്. ഫൈബർ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പ്രേക്ഷകർക്ക് ആവശ്യം ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, ഇത് അടിച്ചു തരുന്നതിന് എങ്ങനെയാണ്, എന്താണ് ഏതാണെന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞു തരും. ഓക്കെ ഇതിന്റെ മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 20 kg കണ്ടെയ്നറിന് 7,906 ഓഫർ പ്രൈസിലാണ് കമ്പനി ഇപ്പോൾ കൊടുക്കുന്നത്. 7,906 20 kg മെറ്റീരിയൽ ഉണ്ടാവും. 20 kg മെറ്റീരിയൽ ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ട് ഫ്ലോർ, ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്ന ഒരു വീട്
അതിന്റെ തറ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിന്റെ പ്ലിന്ത് ബീം ഉണ്ടാവൽ ഒരു 600 സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ്. ഓക്കെ. അപ്പൊ അതിലേക്ക് 2 കോട്ടിങ് അടിക്കാൻ ഈ 7,906 രൂപയുണ്ട് ഈ സംഭവം മതി. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ സാധാ ഒരു പെയിന്റിന്റെ പൈസയൊക്കെ വരുന്നുള്ളൂ. അതെ, ശരിക്കും നമ്മളൊരു എക്സ്റ്റീരിയറിൽ അടിക്കുന്ന ഒരു പെയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 രൂപ 7,000 രൂപയ്ക്ക് അതിന് റേറ്റ് വരുന്നത്. പക്ഷെ ഇതെന്താണ് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ്. നമ്മുടെ നാട്ടിൽ പണിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, പെയിന്റർമാർക്ക് തന്നെ പലപ്പോഴും പണിയില്ല എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി എന്താണെന്ന് നമ്മൾ ജനങ്ങളെ പരിചയപ്പെടുത്തണം. ഇതിന്റെ എങ്ങനെയാണ് എന്താണെന്നുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്താൽ നാട്ടിലെ പലർക്കും പണി കിട്ടും. ഉണ്ട്, ഓൾറെഡി ഞങ്ങൾക്ക് ട്രെയിനിങ് സെക്ഷൻ ഉണ്ട് ബാൻവെറ്റിന്. അതായത് ഈ വാട്ടർ പ്രൂഫിംഗ് അപ്ലിക്കേറ്റേഴ്സ്, പെയിന്റേഴ്സ്, കോൺട്രാക്ടേഴ്സ്, ഇവരൊക്കെ ഈ വാട്ടർ പ്രൂഫിംഗിൽ ടെക്നിക്കലി എക്സ്പേർട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് അത് കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റില് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കും. കാരണം എന്താ വെച്ചാല് കമ്പനി നാട്ടിലുള്ള കംപ്ലീറ്റ് വീടുകളെയും നല്ല ടെക്നിക്കൽ സ്കില്ലുള്ള ആളുകളെ കൊണ്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്യിപ്പിക്കുക എന്നുള്ള ആ ഒരു എയിം ഉള്ളതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അല്ല എന്താ അറിയോ, നിങ്ങളുടെ സ്റ്റാഫ് തന്നെ വന്നത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതേപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ആക്കാനും പറ്റൂല. ഈ പറഞ്ഞ മാതിരി തന്നെ പലരും ഈ തറയും കെട്ടിയിട്ട് നിങ്ങളെ കാത്ത് നിൽക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ആർക്ക് വേണമെങ്കിലും അടിക്കുകയും ചെയ്യും. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യാൻ. അതെ അതെ, തീർച്ചയായും. അപ്പൊ ജാബിർ ഭായ്, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ബാൻവിറ്റിന്റെ ഈ പ്രൊഡക്റ്റ് വേണം എന്നുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ ഒന്ന് കൊടുത്തോട്ടെ. അതെ അതെ, ഞങ്ങളെ കോൺടാക്ട് നമ്പർ കൊടുത്താൽ മതി. കേരളത്തിൽ ഏത് ജില്ലയിലും അവൈലബിൾ ആണ്. അതെ, ഞങ്ങളെ സർവീസും പ്രോഡക്റ്റും ഒക്കെ അവൈലബിൾ ആണ് ഏത് ജില്ല. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി ജോലി സാധ്യത, അവർക്ക് ട്രെയിനിങ് ഞങ്ങൾ ഓരോ റീജിയണിൽ വെച്ചിട്ടും കണ്ടിന്യൂസ്ലി നടത്തേണ്ടിയിരിക്കുന്നുണ്ട്. അതിന് വേണ്ട ആൾക്കാർക്കും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ നിയർ ബൈ ആയിട്ട് ട്രെയിനിങ് സെഷൻസ് വരുമ്പോൾ ഇവരെ അറിയിക്കും, അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കാനും. ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു വെരി മച്ച്. ആദ്യം നമ്മുടെ ആർക്കിടെക്ടർക്കാണ് നന്ദി പറയുന്നത്, വേറൊന്നും കൊണ്ടല്ല. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റും ഇതിൻ്റെ ഉള്ള സാധ്യതകളും ഇതുകൊണ്ടുള്ള മെച്ചം, അതായത് ഈ ഒരു ഏതൊരു പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഈ പ്രശ്നത്തിന് കാലാകാലം സൊല്യൂഷൻ ഇല്ല, വർഷം വർഷം മെയിൻറ്റെയിൻ ചെയ്യുക, അത് വലിയൊരു ഇടങ്ങേറാണ്. അപ്പോൾ ഇതൊന്ന് കഴിച്ചിലാക്കി തന്നതിന് എന്തായാലും ബാൻവിറ്റിന് നന്ദി, ഇത്ര അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു തന്നതിന്. അപ്പോൾ ചെങ്ങാമാരെ എന്തറിയോ, നമ്മളൊരു വീടിൻ്റെ മേലെ നമ്മൾ ഉദ്ദേശിച്ച പൈസയിലൊന്നും നിൽക്കാൻ പോകുന്നില്ല. അത് എന്തെന്നെ ആയാലും നീങ്ങിപ്പോവും അല്ലേ ആർക്കിടെക്ട്, അങ്ങനെയല്ലേ? ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാണ്ട് പോകുന്ന മെയിൻ ഘടകമാണ് ഈ വാട്ടർ പ്രൂഫിങ്ങിന്റെ കാപ്പിലറി റിയാക്ഷൻ. കാപ്പിലറി റിയാക്ഷൻ വന്നതിന്റെ ശേഷമാണ് എല്ലാവരും കിടന്നു ഓടുക. ഇതെന്ത് ചെയ്യാൻ പറ്റും, ആകെ പെയിന്റ് പോയി, നാശമായി, ഇന്റീരിയർ പോയി. പക്ഷെ ഫസ്റ്റിൽ നമ്മളിതൊരു നല്ല പ്രൊഡക്റ്റിന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തിട്ട് നമ്മൾ അതിന് ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്താൽ ഈ ഒരു സംഭവം നമുക്ക് ഒരു 99% നമുക്ക് തടയാൻ പറ്റും. മൂപ്പര് 101% ആണ് പറയുന്നത്, നിങ്ങൾ 99-ൽ നിൽക്കണം. എന്തായാലും 100% ഷുവറാണ് ഈ സംഭവം. അതിനാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നത്. അതായത് ഈ ഒരു ചെറിയൊരു പൈസൻ്റെ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഈ ഒരു പ്രശ്നം സോൾവ് ആവുകയാണ്. വന്നതിന് ശേഷം ഒരിക്കലും ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് എന്താ പറയുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാട്ടോ. ഇതുപോലെ എട്ടങ്ങാറാവണ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം പറയുന്നത്. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ.